നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, വിജയിയെക്കുറിച്ച് നമ്മൾ കുറേ കാലങ്ങളായി ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിജയ്ക്ക് ചെറിയ മാറ്റം വന്നിരിക്കുന്നു. വിജയുടെ പ്രസ്താവനകളിൽ മാറ്റം വരുന്നു, വിജയുടെ പ്രവൃത്തിയിൽ മാറ്റം വരുന്നു. ഹിന്ദുവാണെന്ന് എഴുതി കൊടുത്തുകൊണ്ട് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ ക്ഷേത്ര ദർശനം നടത്തുന്നു. കാരണം അവിടെ ഹിന്ദു വിശ്വാസിയാണെന്ന് എഴുതി കൊടുത്താൽ മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതുതന്നെ ഇപ്പോൾ പ്രശ്നമായിട്ടുണ്ട്. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്തൊരു ക്ഷേത്രമാണത്. അപ്പോൾ വിജയിയുടെ ഈ മാറ്റം ശരിക്കും ഒരു ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണോ? ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അത്ര എളുപ്പത്തിൽ കടന്നു കയറാൻ അല്ല, വിജയ് ഒറ്റയ്ക്ക് പോകുന്നല്ല അല്ല. പക്ഷേ നമ്മൾ ഈ വിജയിന്റെ മാറ്റങ്ങളെ കുറിച്ച് ശ്രീല തുടക്കത്തിൽ പറഞ്ഞല്ലോ, ചെറിയ മാറ്റം. പക്ഷെ അതൊരു ചെറിയ മാറ്റമല്ല, വലിയ മാറ്റങ്ങളാണ് വിജയിൽ ഞാൻ കാണുന്നത്. ഒരു 2-3 ദിവസം മുമ്പ് വിജയിന്റെ ഒരു പ്രസ്താവന വന്നിരുന്നു, അത് ശ്രദ്ധിച്ചു കാണാം. അതായത് താൻ ദ്രാവിഡ രാഷ്ട്രീയത്തോട് തനിക്ക് വിയോജിപ്പൊന്നുമില്ല, എതിർപ്പൊന്നുമില്ല എന്ന് വെച്ചാൽ അനുകൂലിക്കുന്നു എന്നല്ല. പക്ഷെ ദ്രാവിഡ രാഷ്ട്രീയത്തിലെ നിരീശ്വരവാദത്തെ താൻ പൂർണ്ണമായും എതിർക്കുന്നു. താൻ ഒരു വിശ്വാസിയാണ്. അപ്പോൾ ഞാനൊരു ദൈവവിശ്വാസിയാണെന്ന് മാത്രമല്ല, ഒരു വരി കൂടെ വിജയ് അതിനോട് ചേർത്തു. ആത്മീയമായ മതേതരത്വത്തിലാണ്, അതായത് ഒരു സ്പിരിച്വൽ സെക്കുലറിസം ആണ് തനിക്കുള്ളത് എന്ന് വിജയ് അസന്നിഗ്ധമായിട്ട് അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതായത് DMK മുന്നോട്ട് വെക്കുന്ന ഹിന്ദു വിരുദ്ധ ഹിന്ദു നിരീശ്വരവാദ രാഷ്ട്രീയമല്ല, മറിച്ച് താൻ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ മതങ്ങൾക്കും അതീതമായ ഒരു സ്പിരിച്വൽ സെക്കുലറിസം, ഒരു ആത്മീയ മതനിരപേക്ഷതയാണ് താൻ പുലർത്തുന്നത്. എന്ന് വെച്ചാൽ മതങ്ങളോട്, എല്ലാ മതങ്ങളോടും ഒരു തുല്യമായ ഒരു ബഹുമാനം. നിങ്ങൾ ആചരിച്ചുകൊള്ളുക, നിങ്ങളുടെ വിശ്വാസം, എനിക്കതിനകത്തൊന്നും പറയാനില്ല. ഞാൻ അതിനെ അനുകൂലിക്കാനോ എതിർക്കാനോ വരുന്നില്ല. അതൊക്കെ ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ പെടുന്നതാണ്. അത് അങ്ങനെ വളരെ സഹിഷ്ണുതാ മനോഭാവത്തോടു കൂടി അതിനെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ആത്മീയമായ ഒരു ഉണർവ്, ഒരു എൻലൈറ്റ്മെന്റ്, ഇംഗ്ലീഷിൽ ആ വാക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഒരു ആത്മീയ ഉണർവുണ്ടായ, അതായത് ആത്മാവിനെ കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും ഒക്കെ ബോധമുണ്ടായാൽ മാത്രമേ അത്തരം ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുള്ളൂ. വിജയ് അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഈ പണ്ടത്തെ പോലെ ചില ഗിമ്മിക്കൊക്കെ കാണിച്ച് ഇനി രാഷ്ട്രീയത്തിൽ പിടിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊക്കെ നല്ല ബുദ്ധിയും വിവരമുണ്ട്. അവർ വാരി ഭിത്തിയിലടിക്കും, ഒട്ടിച്ചു കളയും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും, മാത്രമല്ല അണ്ണാമല എവിടെ വന്നുണ്ടാക്കി, ഒരു വശത്ത് അണ്ണാമല നിൽക്കുന്നത് വിജയ്, ഈ അണ്ണാമലയുടെ പ്രസൻസ് വിജയിനെ എവിടെ എത്തിച്ചു എന്നുള്ളതും ഇതിന്റെ ബാക്കി വരുന്നു. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തിയത് ഭാഷയുടെ കാര്യത്തിലാണ്. അതായത് ഹിന്ദിയോട് അന്ധമായ വിരോധം കാണിക്കാൻ താൻ ഒരുക്കമല്ല. അതായത് സ്റ്റാലിനോട് നേരെ എതിരാണ്. കൃത്യമായിട്ട് ഇത് രണ്ടും DMKക്ക് എതിരാണ്. ഒന്ന്, ദ്രാവിഡ രാഷ്ട്രീയത്തെ ഞാൻ എതിർക്കുന്നില്ല, ദ്രാവിഡ രാഷ്ട്രീയമാണ് എൻ്റെ രാഷ്ട്രീയം എന്നല്ല വിജയ് പറഞ്ഞത്. ദ്രാവിഡ രാഷ്ട്രീയത്തെ ഞാൻ എതിർക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഞാനും ദ്രാവിഡ രാഷ്ട്രീയവും രണ്ടാണ്. എൻ്റെ പോളിസിയും എൻ്റെ ആശയവും എൻ്റെ വിശ്വാസങ്ങളും ഒന്നും ദ്രാവിഡ രാഷ്ട്രീയത്തോട് ചേരുന്നതല്ല. പക്ഷെ ഞാൻ അവരെ എതിർക്കുന്നില്ല. പക്ഷെ അവർ മുന്നോട്ട് വെക്കുന്ന അന്ധമായ ഹിന്ദു വിരുദ്ധ നിരീശ്വരവാദം എനിക്ക് സമ്മതമല്ല. ഞാൻ അതിനെ പരിപൂർണമായിട്ടും എതിർക്കുന്നു, നിഷേധിക്കുന്നു. അതൊന്ന്. രണ്ടാമത്തത്, ഹിന്ദിയുടെ കാര്യത്തിൽ ഹിന്ദിയോട് അനാവശ്യമായ വിരോധവും വെറുപ്പും കാണിക്കണ്ട, പക്ഷെ ഹിന്ദി അടിച്ചേൽപ്പിക്കുകയും വേണ്ട. ഹിന്ദി അടിച്ചേൽപ്പിക്കുക, അതായത് മൂന്നാമതൊരു ഭാഷയായിട്ട്, ഇവിടെ ആരും അങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ടില്ല. ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനെ ഞാൻ എതിർക്കും. പക്ഷേ ഹിന്ദിയോട് എന്തിനാണ് ഈ വിരോധം കാണിക്കുന്നത്, ഹിന്ദിയോട് എന്തിനാണ് വെറുപ്പ് കാണിക്കുന്നത്? അതിൻ്റെ ആവശ്യമല്ല. അപ്പോൾ വിജയ് വളരെ കൃത്യമായൊരു മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. അതായത് തമിഴകത്തിൻ്റെ മണ്ണ് ഉഴുതുമറിച്ച BJP അവിടെ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു. മാത്രമല്ല ഈ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലെ പ്രവേശനം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ LMRK ഉണ്ടാക്കിയ ഒരു മുരുക ഭക്ത സംഗമവുമായി അതിലേക്ക് ഞാൻ വരുന്നു. ഞാനത് ഈ തിരുച്ചെന്തൂര് മധുര കേന്ദ്രീകരിച്ച് വലിയ മൂവ്മെന്റ് നടക്കുന്നുണ്ട്, ഞാൻ അതിലേക്ക് വരാം. ഇതൊന്ന് പറഞ്ഞു തീർത്തിട്ട് അതിലേക്ക്. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ഹിന്ദി വിരോധവും ഹിന്ദി വെറുപ്പും ഒന്നും വിജയ് മുന്നോട്ട് വെക്കുന്നില്ല. അതിന്റെ കാരണം BJP അണ്ണാമലയിലൂടെ ഉഴുതുമറിച്ചിട്ട മണ്ണുണ്ട്, അതിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. ഇത്ര കാലവും
ഈ നിരീശ്വരവാദവും ഈ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനം ഇതെല്ലാം കൊണ്ട് തമിഴ് മണ്ണ് ഇങ്ങനെ പാകപ്പെട്ട് കിടന്നിടത്തുനിന്ന് അതിനെ ഉഴുത് മറിച്ച്, അതായത് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തമിഴ് ജനതയുടെ സ്വത്വബോധത്തെ ഉണർത്തി വിട്ടുകൊണ്ട് അണ്ണാമലൈ നടത്തിയ പടയോട്ടം അത് തമിഴ്നാട്ടിൽ വലിയ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അഴിമതിക്കെതിരായ ഒരു യുദ്ധം എന്ന നിലയ്ക്ക് ചാനലൈസ് ചെയ്യാൻ വിജയിന് കഴിഞ്ഞു എന്നുള്ളതാണ് വിജയിൻ്റെ നേട്ടം. അതുകൊണ്ടാണ് പല എക്സിറ്റ് പോളുകളും വിജയിക്ക് ഒരു ആനുകൂല്യം, ഒരു പടി മുകളിൽ വിജയിക്ക് സാധ്യത പറയുന്നത്. ഇരിക്കട്ടെ, വിജയ് എത്ര സീറ്റുകൾ നേടും, എങ്ങനെയാണ് തമിഴ് രാഷ്ട്രീയം മാറിമറിയാൻ പോകുന്നതെന്ന് നമുക്ക് മെയ് 4-ാം തീയതി, അതായത് മറ്റന്നാൾ ഈ വോട്ടെണ്ണി കഴിഞ്ഞേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. തമിഴ്നാട്ടിലും ഒരു തൂക്കുസഭയ്ക്കുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അവിടെയും ശക്തമായൊരു ത്രികോണ പോരിലേക്ക് മാത്രം വിജയ്ക്ക് മേൽക്കൈ പറഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്നും ഒരു എക്സിറ്റ് പോളിനെയും നിഷേധിക്കുന്നുമില്ല, പരിപൂർണമായിട്ട് അവർ പറഞ്ഞത് ശരിയാണ് എന്നും വാദിക്കുന്നില്ല. പക്ഷേ അതൊക്കെ ചൂണ്ടുപലകകളാണ്. തമിഴ്നാട്ടിലെ തമിഴ് രാഷ്ട്രീയത്തിലെ അടിയൊഴുക്കുകൾ നമ്മൾ കാണാതിരുന്നുകൂടാ. ഇനി ശ്രീല പറഞ്ഞ അടുത്ത വിഷയത്തിലേക്ക് വരാം. ഈ മുരുക ഭക്ത സംഗമം, അത് LMRKയുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലെ ഹിന്ദു സംഘടനകൾ, ഭക്ത സംഘടനകൾ എല്ലാം കൂടെ ചേർന്ന് അതിന് വലിയ ഒരു ഊർജം കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ മതം മാറ്റത്തെയൊക്കെ തടയാൻ പര്യാപ്തമായ രീതിയിലേക്ക് അതിന് ഈ LMRK മാത്രമല്ല. ഇപ്പം നമ്മൾ സത്യത്തിൽ എന്തുകൊണ്ടാണ് നന്ദഗോവിന്ദ ഭജൻസിനെതിരെ ഈ ഒരു വികാരം ഉണ്ടായത്? അതായത് ഇവിടുത്തെ ഹിന്ദു ജനത, ഹിന്ദു സ്വത്വബോധമുള്ള, ഞാൻ പറയുന്നത് സംഘപരിവാർ രാഷ്ട്രീയമൊന്നുമല്ല, അതിനെയൊക്കെ മാറ്റിവെക്കാം. സംഘപരിവാർ അങ്ങനെ ഒരു രാഷ്ട്രീയമൊന്നും മുന്നോട്ട് വെക്കുന്നവരല്ല. പക്ഷേ ഇവിടുത്തെ ഹിന്ദുക്കൾ, കേരളത്തിലെ ഹിന്ദുക്കൾ നന്ദഗോവിന്ദം ഭജൻസ് പോലെയുള്ള പ്രവർത്തനങ്ങളെ മതം മാറ്റത്തിനെതിരായ ഒരു പദ്ധതിയായിട്ടാണ് അവർ. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടി ഇതിനിടയ്ക്കൂടെ പറയാം, ഈ സാന്ദർഭികമായി ഇങ്ങനെ വരുമ്പോൾ പറയുന്നതാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പേർ അമൃതാനന്ദമയി മഠത്തിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ ആത്മീയത ഉൾക്കൊണ്ടുകൊണ്ട് പല ഇപ്പോൾ നമ്മുടെ സത്യസായിയുമായി ബന്ധപ്പെട്ട് രാമകൃഷ്ണാശ്രമത്തൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവിടെയൊന്നും RSS ഉണ്ടായ ഒരു ഹിന്ദു ഏകീകരണമല്ല. അത് ഇവിടെ ഇവരെല്ലാവരും ഹിന്ദു ഏകീകരിക്കപ്പെട്ടാൽ കഴിഞ്ഞ ദിവസം വേണുബാലകൃഷ്ണൻ അടക്കമുള്ളവരുടെ ആശങ്ക അതായിരുന്നു. സ്ത്രീകൾ ക്ഷേത്രത്തിലേക്ക് പോയാൽ അവർ വലിയ വെപ്രാളത്തോടെയാണ് വേണുബാലകൃഷ്ണൻ ഇത് കാണുന്നത്. സ്ത്രീകൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന RSSന്റെ അജണ്ടയാണ്. അതിനെ ന്യായീകരിച്ച് ആ ചാനൽ ചർച്ച ആശങ്ക വരും. എന്താ കാര്യം എന്നറിയാമോ? ഒരു കാലത്ത് നമ്മുടെ ക്ഷേത്രങ്ങളെ നിരീശ്വരവാദം പറഞ്ഞ് അന്തിത്തിരി കത്തിക്കാൻ പോലും സാധിക്കാത്ത വണ്ണം അതിനെല്ലാം നശിപ്പിച്ച് ഈ പറയുന്ന വേട്ടാവളിയൻ കമ്മിത്തരം കൊണ്ട് ഹിന്ദുവിൻ്റെ തലച്ചോറിനെ മലീമസമാക്കി അതിനെ എന്താ പറയുക മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അതിനെ നശിപ്പിച്ച് നിരീശ്വരവാദവും ഈ ഹിന്ദു വിരുദ്ധതയും ഒക്കെ കുത്തിക്കയറ്റിയവരെ അവിടെ നിന്ന് ആ മാലിന്യങ്ങളെ മുഴുവനും വലിച്ചു പറിച്ച് അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞത് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ മിടുക്കാണ്. സംഘപരിവാർ സൈദ്ധാന്തികന്മാർ, പി പരമേശ്വരൻ, മാധവ്ജി, അങ്ങനെയൊക്കെയുള്ള അനേകം തപസ്വികളായ ഋഷിതുല്യമായ ജീവിതം നയിച്ച മഹത്തുക്കൾ, മഹാന്മാരായ സംഘപരിവാറിന്റെ പ്രചാരകന്മാർ, അവർ കേരള മണ്ണിൽ നടത്തിയ അശ്വമേധം കർക്കിടക മാസത്തെ പഞ്ഞക്കർക്കിടകം എന്ന് വിളിച്ചിരുന്നിടത്തുനിന്നാണ് രാമായണ കർക്കിടകമാക്കി മാറ്റിയത് സംഘപരിവാറിന്റെ മിടുക്കാണ്. പക്ഷെ ക്ഷേത്രങ്ങളിൽ പോകുന്നത് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഫാസ്റ്റായി ജീവിക്കുന്ന ഒരു ജീവിതക്രമത്തിൽ പലപ്പോഴും ആധ്യാത്മികതയിലേക്ക് ജനങ്ങൾ പോകുന്നു എന്നുള്ളത് സ്വാഭാവികമായ ഒരു പ്രക്രിയയെ തന്നെ കാണാൻ മറ്റൊരു വലിയ വിഷയമാണ്. എന്നാലും ഞാൻ ചുരുക്കി പറയാം, ശ്രീല പറഞ്ഞത് ശരിയാണ്. ഈ പറഞ്ഞ പോലെ ക്ഷേത്രങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായിട്ട് അന്തിത്തിരി കത്തിക്കുക, ഒരു കുറച്ച് എണ്ണയും ഒരു നൂലും പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു ക്ഷേത്രങ്ങൾ. അവിടെയെല്ലാം സംഘപരിവാറിൻ്റെ ശ്രമഫലമായിട്ട് സംഘപരിവാർ സംഘടനകളുടെ, അതായത് ഹിന്ദുക്കളിലെ സ്വത്വബോധം ഉണർത്തിയെടുത്തത് അത് സംഘപരിവാർ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഇവിടുത്തെ ഹിന്ദുവിനെ നട്ടല് നിവർത്തി നിന്ന് ഹിന്ദുവാണെന്ന് പറയാൻ അഭിമാനബോധത്തോടുകൂടി ആ ഹിന്ദുത്വം പറയാൻ അവനെ പ്രാപ്തനാക്കിയത് സംഘപരിവാർ തന്നെ, ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. അത് വേണുബാലകൃഷ്ണനല്ല, ഇനി ആരാശങ്കപ്പെട്ടാലും അതിലൊന്നും ഒരു കഴമ്പുമില്ല, അതിനൊന്നും ഒരർത്ഥവുമില്ല. ഇവിടുത്തെ ഹിന്ദു സ്വത്വബോധം തിരിച്ചു പിടിച്ചിരിക്കുന്നു. നിങ്ങളൊന്നും വിചാരിച്ചാൽ ഇനി അത് തടയാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. അതൊന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ അങ്ങനെ ഹിന്ദുവിന് സ്വത്വബോധം ഉണ്ടാക്കി കൊടുത്ത സംഘപരിവാർ ക്ഷേത്രങ്ങളിൽ മുഴുവനും അമ്മമാരെ വിളിച്ചിരുത്തി, പിന്നെ അതിന് അവർക്ക്
പ്രത്യേക അജണ്ട പണം കൊടുത്തു പണം പമ്പ് കേരളത്തിലെ സ്ത്രീകളെ അപമാനിക്കലല്ലേ? 3 നേരം ആഹാരം കൊടുത്താൽ ക്ഷേത്രത്തിൽ പോയിരിക്കുന്നു. അവർക്ക് ആഹാരം മാത്രമാണ് പ്രശ്നം. കേരളത്തിലെ സ്ത്രീകൾ സത്യത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്ന പ്രസ്താവനയാണ്. നമ്മുടെ അമ്മമാർ പ്രത്യേകിച്ചും ഇപ്പോ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ അമ്മമാർ ആധ്യാത്മികതയിലേക്ക് പോകും. അവര് സ്വാഭാവികമാണ്. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കിയോ, ഇന്നിപ്പോ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന മറ്റു ചില പ്രവർത്തനങ്ങളുണ്ട്. ഉദാഹരണത്തിന് തിരുവാതിര ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ കരയോഗം കേന്ദ്രീകരിച്ച്, ഓരോ SNDP ശാഖായോഗങ്ങൾ കേന്ദ്രീകരിച്ച്, KPMSന്റെ ശാഖകൾ കേന്ദ്രീകരിച്ച് ഇതുപോലെയുള്ള കലാരൂപങ്ങൾ, കലാപ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് നടക്കുന്നു. നിങ്ങൾ ആരെയാണ് ഈ ആശങ്കയൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്താൻ വരുന്നത്? ഇവിടുത്തെ ഹിന്ദു അവൻ്റെ സ്വത്വബോധം, ജാതിക്ക് അതീതമായ സ്വത്വബോധം ഉണ്ടാക്കിയെടുത്ത് ഹിന്ദുക്കൾ നാം ഒന്നാണേ, അന്ത്യജനില്ല ഇവിടെ അഗ്രജനില്ല എന്ന് പറഞ്ഞ് ആ സംഘപരിവാർ പഠിപ്പിച്ചപ്പോൾ അത് ഏറ്റുപാടിയ ഹിന്ദു സമൂഹം ഒന്നാകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള കൃമികീടങ്ങൾക്ക് ആശങ്ക വരുന്നെങ്കിൽ അത് വലിയതുറ പാലത്തിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ഛർദ്ദിച്ച് തീർത്തോ, അല്ലാതെ മറ്റൊന്നും അതിനെക്കുറിച്ച് കൺവേർഷൻ പോലും ഇതിന്റെ ഉപോൽപ്പന്നമാണ്. കേരളത്തിലെ ഹിന്ദുവിനെ തമ്മിൽ ജാതീയമായി വേർതിരിപ്പിച്ച് തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്നതാണ് സെമിറ്റിക് മതങ്ങൾ. അതിന് കുടപിടിക്കുന്നവരായിരുന്നു നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ. അതിന് കുടപിടിക്കുന്നവരായിരുന്നു ഇവരുടെ 4 വോട്ടിന് വേണ്ടി. അതൊക്കെ തച്ച് തകർത്ത് കളഞ്ഞു. അതിന്റെ ആശങ്കയാണ്. നിങ്ങൾ ഇനി എത്ര ആശങ്കപ്പെട്ടാലും കമ്മ്യൂണിസം കേരളത്തിൽ തിരിച്ചു വരില്ല. ഇത് അവസാനത്തെ മുഖ്യമന്ത്രിയാണ്, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ കയറിയ കേരളത്തിൽ തന്നെ കമ്മ്യൂണിസത്തിന്റെ അന്ത്യകൂദാശയും നടക്കുന്നു എന്നുള്ളതാണ്. അത് കാലത്തിന്റെ കാര്യനീതിയാണ്. അത് മനസ്സിലാക്കാൻ ആശങ്കപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. കണ്ണും കാതും തുറന്നു വെച്ച് തലച്ചോറിനെ മലീമസമാക്കാതെ പവിത്രമാക്കിക്കൊണ്ട് ചിന്തിക്കണം. അപ്പോൾ അത് മനസ്സിലാവും. ആത്മാവിൽ കളങ്കമുള്ളവർക്ക് കാണിച്ചു തരികയാണ് തമിഴ്നാട് രാഷ്ട്രീയം. അതെ, നമ്മൾ വിഷയത്തിൽ നിന്ന് വിട്ടു. അതൊക്കെ പവിത്രമായ മനസ്സിലും ആത്മാവിലും മാത്രമേ അതൊക്കെ പ്രകാശിക്കുള്ളൂ. ഈ ഇതാണ് തമിഴ്നാടും കാണിച്ചത്. കാരണം ഈ അന്ധമായ ഹിന്ദു വിരുദ്ധത ഒരു മന്ത്രി വന്നെന്ന് പറയാണ്, ഞാൻ ലക്ഷ്മി കോവിലിടിച്ച് ബാലു എന്ന് പറയുന്ന ഒരു പുങ്കവൻ വന്നെന്ന് പറയുകയാണ് വീഡിയോയിൽ. ഇത് ഇവിടുത്തെ ഹിന്ദുവിനെ അപമാനിക്കാനും പരിഹസിക്കാനും. ഇപ്പോ റിസൾട്ട് വരുമ്പോൾ കണ്ടോളൂ എന്താണ്. DMK അവിടെ ചിലപ്പോൾ ഭരിക്കാൻ വരുമായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത തരത്തിൽ ഹിന്ദുവിന്റെ ഉണർവ് തമിഴ്നാട്ടിൽ സംഭവിച്ചിരിക്കുന്നു. അതിന്റെ തെളിവാണ് ഈ മുരുക ഭക്ത സംഗമം അവിടെ ഉണ്ടായത്. മാത്രമല്ല തിരുപ്പുറക്കുണ്ട്രത്ത് ഒരു ദർഗയുടെ പേരും പറഞ്ഞ് അവിടെ കാലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നടന്നു വരുന്ന ഒരു ആചാരത്തെ നശിപ്പിക്കാൻ നിങ്ങൾ കച്ച കെട്ടി ഇറങ്ങി കുറെ കമ്മികൾ. ഒരു മുഖ്യമന്ത്രി കയ്യിലുണ്ട് എന്ന് വിചാരിച്ചു. എന്തായി? കോടതിയിൽ പോയി. കോടതി ആ ആചാരം പുനഃസ്ഥാപിക്കാൻ കോടതിയുടെ തീരുമാനം അനുസരിക്കില്ല എന്നാണ് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ പറയുന്നത്. അവിടെ കോടതിയെ വെല്ലുവിളിക്കുകയാണ് 2 രീതിയിൽ. അതായത് ആ പേടി കൊണ്ടാണെന്ന് തോന്നുന്നു RSSന്റെ പദസഞ്ചലനം നിരോധിക്കാനുള്ള ശ്രമം നടത്തുക. സത്യത്തിൽ ഇരുട്ടുകൊണ്ടോടെ ഈ RSS എന്ന് പറയുന്ന ഒരു സംഘടനയെ നിരോധിക്കാൻ നെഹ്റു തൊട്ട് ഇങ്ങോട്ട് എല്ലാവരും പരാജയപ്പെട്ടു പോയി. അത് RSS എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അത് മനസ്സിലാക്കാത്തതുകൊണ്ടല്ല, ഇവർക്കറിയാം. പക്ഷെ അത് വ്യാജ നറേറ്റീവുകൾ ഉണ്ടാക്കി പിടിച്ചു നിൽക്കാനുള്ള മനസ്സിലാത്തോണ്ടല്ല. RSSന്റെ ശാഖയിൽ ഒരു ആയുധം വെച്ച് ഒരു പരിപാടി നടക്കുന്നില്ലെന്ന് അറിയാവുന്നവർ തന്നെ അവിടെ RSSന്റെ ശാഖകളിലുടനീളം ആയുധ പരിശീലനം നടത്തുകയാണെന്ന് പറയുന്നത്. ക്യാമ്പുകളിൽ എന്തോ വലിയ ഗൂഢപ്രവർത്തനമാണ് നടത്തുന്നതെന്നാണല്ലോ പറയുന്നത്. പേരേ ഉള്ളൂ, കമ്മിത്തരം. അതാണ് ഇവിടെ സ്റ്റാലിനും ഈ പറഞ്ഞതുപോലെ ഈ ഗിമ്മിക്കെല്ലാം കാണിച്ച് ദ്രാവിഡ രാഷ്ട്രീയം പറഞ്ഞ് ഭാഷയുടെ പേരിൽ ഭാഷാ വികാരം ഇളക്കി വിട്ട് തമിഴൻ്റെ മൃദുല മനസ്സിനെ അതിനകത്ത് കാലുഷ്യം ഉണ്ടാക്കി അതിൽ വിഷം കലക്കി പിടിച്ചു നിൽക്കാമെന്ന് കരുതി അതെല്ലാം പൊളിഞ്ഞുപോയി. ഈ പറഞ്ഞതുപോലെ ഇത് വിജയ് വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു. വിജയിന് ആ തിരിച്ചറിവുണ്ടായത്. വിജയ് പറഞ്ഞത് അതെ, ഞാൻ ഹിന്ദുവാണ് എന്ന് എഴുതി കൊടുത്തിട്ട് അമ്പലത്തിൽ കയറാൻ വിജയ് തയ്യാറായെങ്കിൽ തീർച്ചയായിട്ടും അത് സനാതന ധർമ്മത്തിന്റെ വിജയമാണ്. അതിൻ്റെ ആ മഹത്തായ ഉദയമാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. സനാതനധർമ്മത്തെ മറ്റേ പകർച്ചവ്യാധികളെ പോലെ ഇല്ലാതാക്കും, കൊതുകിനെ പോലെ
അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ മുഖ്യമന്ത്രിയുടെ മകൻ യുവരാജാവ് രംഗത്ത് വന്നിരുന്നല്ലോ, ഉദയനിധി സ്റ്റാലിൻ. അതിപ്പോൾ ഈ വോട്ട് എണ്ണുമ്പോൾ അറിയാം എന്താ സംഭവിക്കുക. അതിനുള്ള മറുപടിയാണ് വിജയ് കൊടുത്തിരിക്കുന്നത്. അത് വാസ്തവത്തിൽ വിജയിനെ കൊണ്ട് ആ മറുപടി കൊടുക്കാൻ സാധിച്ചെങ്കിൽ അത് ഹിന്ദുത്വത്തിന്റെ വിജയമാണ്, അത് സനാതന ധർമ്മത്തിന്റെ വിജയമാണ്. ആ വിജയത്തിന് തേരാളിയായി മാറിയത് തമിഴ്നാട്ടിൽ അണ്ണാമലൈ എന്ന BJP നേതാവാണ് എന്നതുകൂടി നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. വാസ്തവത്തിൽ വിജയ് ഇതൊക്കെ ചെയ്തെങ്കിലും വിജയും അണ്ണാമലയെ ഭയപ്പെടുന്നു. കാരണം അണ്ണാമലൈ നിലനിന്നാൽ അത് തൻ്റെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് ഒരു വലിയ തിരിച്ചടിയാണോ എന്ന് വിജയ് ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആ ഭയത്തിൽ നിന്നാണെങ്കിൽ പോലും സനാതനധർമ്മത്തെയും ഹിന്ദുത്വത്തെയും ഒന്ന് മാനിക്കാൻ വിജയ് തയ്യാറായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുക. എന്തായാലും DMK-യുടെ തേരോട്ടം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിൽ DMK-യുടെ, ഞാൻ പറയുന്ന DMK ചിലപ്പോൾ ഏത് കുതിരക്കച്ചവടവും നടത്തി, കാരണം അത്രമാത്രം അഴിമതിയിലൂടെ പണം സമ്പാദിച്ചിട്ടുണ്ട്. ഏത് കുതിരക്കച്ചവടവും നടത്തി DMK അവിടെ അധികാരത്തിൽ തിരിച്ചു വരുമായിരിക്കാം. പക്ഷേ അതൊരു 5 കൊല്ലത്തോട് മാത്രം. പക്ഷെ അതൊരു 5 കൊല്ലത്തേക്ക്. അതിനുശേഷം ഉണ്ടാകുന്ന മാറ്റം ബംഗാൾ പിടിച്ചടക്കി കഴിഞ്ഞാൽ അടുത്തത് അമിത്ഷായുടെ തേരോട്ടം തമിഴ്നാട്ടിലേക്കാണ്. ആ അശ്വമേധത്തെ, ആ അശ്വത്തെ പിടിച്ചുകെട്ടാൻ നിങ്ങൾക്ക് ബംഗാളാണ് ആദ്യം വേണ്ടത്. കാരണം ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ബംഗാളും ആസാമുമാണ് ആദ്യം പിടിച്ചെടുക്കേണ്ടത്. അതവർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷമാണ് തമിഴ്നാടാണ്. ഏറ്റവും ഒടുവിലാണ് കേരളത്തിലേക്ക് വരുന്നത്. അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ വിജയ് വളരെ കൃത്യമായിട്ട് ആ തമിഴ് സ്വത്വം അത് ഹിന്ദു സ്വത്വമാണെന്ന് തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ സനാതനധർമ്മ ആണ് ഇവിടെ നിലനിൽക്കേണ്ടത്, അതിന് മാത്രമേ ഇവിടെ ഭാവിയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് തൻ്റെ പോളിസി എന്താണ്, താൻ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നയം എന്താണ് എന്ന് തമിഴ് മക്കളോട് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. വളരെ നല്ലത്. നമുക്ക് വിജയ് ആയാലും അണ്ണാമലൈ ആയാലും സ്റ്റാലിൻ ആയാലും വിരോധമൊന്നുമില്ല. ഹിന്ദുത്വത്തെയും സനാതനധർമ്മത്തെയും വെല്ലുവിളിക്കാൻ വരരുത്, അതിനെ അധിക്ഷേപിക്കാൻ വരരുത്, അതിനെ അപഹസിക്കാൻ വരരുത്, അതിനെ ചവിട്ടിത്തേക്കാൻ വരരുത്. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരു സഹായവും ചെയ്യണ്ട. പക്ഷേ അതിനെ തകർക്കാൻ ശ്രമിച്ചാൽ വർദ്ധിത വീര്യത്തോടെ അത് തിരിച്ചടിക്കും എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. എന്തായാലും ഈ പറഞ്ഞതുപോലെ അടുത്തത് തമിഴ്നാട്, അതിനുശേഷം കേരളം. അതോടുകൂടി ഈ ഭാരതത്തിൽ BJP ഉദ്ദേശിച്ച ആ അശ്വമേധം അത് പൂർണ്ണമാകും.